ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല, നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയും കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായിക്കണേ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കല്ലേ. നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചരി ആട്ടോ. അപ്പോൾ ഏകദേശം 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 2 മണിക്കൂറെങ്കിലും ഒന്ന് സോക്കാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. നന്നായിട്ട് കഴുകിയെടുക്കാം പച്ചരി, എന്നിട്ട് 2 മണിക്കൂർ സോക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ പച്ചരി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സോക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. 2 മണിക്കൂർ മതിയാവേ, അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. അപ്പം നമ്മളിതാ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പച്ചരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കഴുകി മാറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് വെള്ളമില്ലാതെ പച്ചരി മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇപ്പോൾ ഈ ഒരു വെള്ളം അതിലേക്ക് ഒഴിക്കുന്നില്ലേ. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് പച്ചരി മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണ്ട. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. നമ്മൾ ഈ പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനൊരു സമമായിട്ട് വരുന്ന രീതിക്ക് വേണം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. നല്ല ലൂസാക്കിയിട്ട് എടുക്കണ്ട. അപ്പോൾ ഒരു 1/4 കപ്പോളം വെള്ളം ഉണ്ടാവുകയെ, അതും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള പച്ചരി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പൊട്ടാറ്റോ കേട്ടോ, ഉരുളക്കിഴങ്ങ്. അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ടിട്ട് ഒരു ഫീസിലൊന്ന് അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അടിഞ്ഞ് പോകണ്ടേ, നമ്മൾ പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് അടിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഏകദേശം ഒന്ന് കടിക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിനാണ് കേട്ടോ പൊട്ടറ്റോ വേവിച്ചെടുക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ലേ. അപ്പോൾ നന്നായിട്ട് നമ്മളെ പൊട്ടറ്റോ ഇപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വെന്ത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഒരു കത്തി വെച്ച് ഇതാ കുത്തിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ കിട്ടണേ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ചൂടൊന്ന് ആറി വരട്ടെ, അതിനുശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം, വെള്ളം ചേർക്കണ്ടേ. അപ്പോൾ ഇപ്പം നമ്മളിതാ പൊട്ടറ്റോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിട്ടുണ്ട്. വെള്ളം ഒട്ടും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് നമുക്ക് പൊട്ടറ്റോ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ അരച്ചെടുത്തിട്ടുള്ള പൊട്ടറ്റോ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മളെ പച്ചരിയിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരുപാട് വെള്ളം ചേർക്കണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പൊട്ടറ്റോയിൽ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ പച്ചരി അരക്കുന്ന സമയത്തും വെള്ളം അധികം ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ആ പൊട്ടറ്റോയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണെങ്കിലും നമുക്ക് ചെറിയൊരു പണി കിട്ടും കേട്ടോ. നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൽ പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം ഒരുപാട് ചേർക്കാനേ പാടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യം പച്ചരിയൊക്കെ അരക്കുന്ന സമയത്ത് വെള്ളം വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടുന്നത് സവാള കേട്ടോ. മീഡിയം സൈസുള്ള ഒരു സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിന് കൂടുതൽ നമുക്ക് 1-2 പച്ചമുളക്, നമ്മളെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടിയും ചേർക്കേ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കഴിക്കുന്ന സമയത്ത് കടിക്കാനൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് അരച്ചെടുത്തിട്ടോ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ അതിന് ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട, നിർബന്ധമൊന്നുമില്ല. ടേസ്റ്റിന് നമ്മൾ അത് ചേർത്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുക്കാട്ടോ ചെയ്യുന്നത്. നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം കേട്ടോ. നമ്മൾ ഇതിൽ ഇനി ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല പഞ്ഞി പോലെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല പൊന്തി വന്നിട്ടുള്ള അടിപൊളിയായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല ക്രിസ്പിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റ് ആട്ടോ സംഭവം. ഉണ്ടാകാൻ ഇതുപോലെ റെഡിയാക്കി എടുത്താൽ മതി. ഒരുപാട് മാവ് ലൂസാക്കാനേ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സവാളയ്ക്ക് ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കണം ചെയ്യട്ടോ. ഒരുപാട് സമയം വെക്കാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സവാളയിലെ വെള്ളമൊക്കെ ഇതിലങ്ങ് ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മൾ സവാള ചേർത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് റെഡിയാക്കിയിട്ട് എടുക്കണേ. അപ്പം നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കണം. ലോ ഫ്ലെയിമിലേക്ക് ആക്കാനേ പാടില്ല കേട്ടോ. ആ ഒരു ചൂടോട് തന്നെ നമ്മൾ അതിലേക്ക് മാവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് ആ ഒരു മാവ് നന്നായിട്ടൊന്ന് കളറൊന്ന് മാറി നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. ഈ ഒരു സമയത്ത് നന്നായിട്ട് കളറൊന്ന് മാറി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ടെടുക്കാം കേട്ടോ. പുറം ഭാഗം നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മൊരിഞ്ഞ് കളർ പെട്ടെന്ന് മാറി വരും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമ്മളതിൻ്റെ അടുത്തുനിന്ന് മാറാനേ പാടില്ല കേട്ടോ.
അപ്പോൾ അതിൻ്റെ ഇതുപോലെ ഇങ്ങനെ കളറൊന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 1-2 പ്രാവശ്യം ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നല്ല കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഒരുപാട് സമയം ഇത് എണ്ണയിൽ വെക്കാനും പാടില്ല, എണ്ണ കുടിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിന് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇതുപോലെ ഇങ്ങനെ കുട്ടിയായിട്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇതിന് കൂടെ നമുക്ക് ഇനിയിപ്പം കറിയോ ചമ്മന്തിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് മാത്രം മതിയാവും. ഒരു ഗ്ലാസ് കട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ടിയില്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.